ലൈഫിലെ മറ്റൊരു മൊമെന്റ് ആണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് സുന്ദരപദങ്ങൾ, സ്വന്തമായ ഒരു പുസ്തകം. അതിൽ ഏറ്റവും കൂടുതൽ ചേച്ചി ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇന്റർവ്യൂലൊക്കെ ലാലേട്ടനെ കുറിച്ച്. അവതാരിക എഴുതിയത് ലാലേട്ടനാണ്. ഓഫ് കോഴ്സ് നമുക്ക് ആ മൊമെന്റ് ഒക്കെ എല്ലാരും കേട്ടതാണ്. പുലിമുരുകൻ സെറ്റിലൂടെയാണ് അദ്ദേഹം അത് വായിച്ചത്. പക്ഷെ ആ ഒരു പുസ്തകം ലാലേട്ടന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ, നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സിലൂടെ ഒരുപാട് പേടി, എക്സൈറ്റ്മെന്റ് അങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവില്ലേ? ലാലേട്ടൻ വായിക്കോ? വായിച്ചാൽ എന്താ പറയാ? എന്റെ ഫേവറേറ്റ് ആക്ടറാണ്, മോസ്റ്റ് ഫേവറേറ്റ് ആക്ടറാണ് ലാലേട്ടൻ. ഞാൻ 18 വയസ്സ് വരെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയാണ് സിനിമകൾ കാണാൻ പോയിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫേവറേറ്റ് ആക്ടറാണ്. എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് വരെ അദ്ദേഹത്തിന്റെ റിലീസുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തവണ പോലും അദ്ദേഹത്തിന്റെ പടങ്ങൾ മിസ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം എന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി മെമ്പർ ഓൺലി. മോസ്റ്റ് ഓഫ് മേ ബി മലയാളികൾ ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമല്ലേ. അപ്പം പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കാണുക, അദ്ദേഹത്തിനോട് അഭിനയിക്കുക, അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യുക, സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ സ്പേസേ വേറെയാ. അതായത് നമ്മള് കണ്ട് ആരാധിച്ച ഒരാളെ തൊട്ടു മുമ്പിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഒരു സോണിലെത്തും അല്ലേ. അത്രയും നാളത്തെ സ്നേഹം ഒരു വശേ, നമ്മളുടെ ജോലി ഒരു വശേ, ഇതിനിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പിരിമുറുക്കം ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എത്ര നെർവസ് ആയാലും ശരി, ഒന്നും അവിടെ മാറ്റർ ചെയ്യല്ല. ഞാൻ അന്ന് അത് ആ പുസ്തകം കൊണ്ട് കൊടുക്കാന്ന് പറയുന്നത് ഒരു അവതാരിക എഴുതിത്തരാൻ വേണ്ടിയിട്ടല്ല, എനിക്കൊരു പ്രിഫേസിന് വേണ്ടിയിട്ടേ അല്ല ഞാൻ പോയത്. എന്നെ സംബന്ധിച്ചോളം മാമ്പഴക്കാലം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റില് ഞാൻ ആ സിനിമ ചെയ്തത് തന്നെ വേഷം നോക്കിയിട്ടല്ല, എനിക്ക് ലാലേട്ടനെ കാണാലോ എന്നുള്ള രീതിയിലാണ് പോയത്. അന്ന് എന്റെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം എന്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ തമാശയായിരുന്നു അവിടെ. കാരണം ഒരു ബസ്സിനുള്ള ആൾക്കാരുണ്ടല്ലോ ഈ കുട്ടിയുടെ കൂടെ എന്ന് ആലോചിക്കും. ബിക്കോസ് എല്ലാവരും ഇങ്ങനെ വന്ന് കാണാൻ വേണ്ടി. അതെ. അപ്പം അന്നത്തെ ആ ദിവസങ്ങളിൽ അതിന്റെ റൈറ്റർ, ഈ ഇദ്ദേഹം ലാലേട്ടനൊക്കെ, അവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് തൊട്ടിപ്പുറത്തിരുന്ന് കേൾക്കാലോ. അവർ സംസാരിക്കുന്ന കഥകള്, എഴുത്തുകാര്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് NS മാധവൻ സാറിന്റെ പുസ്തകങ്ങൾ വായിക്കണം, ഷോർട്ട് സ്റ്റോറീസ് വായിക്കാൻ ഇഷ്ടമാണോ, ഇതൊക്കെ വായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു തന്നു. അന്നാണ് ഞാൻ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലേക്ക് തന്നെ ഞാൻ ആ സമയത്ത് ഡിഗ്രി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ജനറൽ ലൈബ്രറി പോയി ഞാൻ NS മാധവന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു തുടങ്ങി. അതിനുശേഷം ഞാൻ നോവല് അല്ലെങ്കിൽ കവിതകൾ അവിടെ നിന്നൊക്കെ അങ്ങ് ഷിഫ്റ്റായി. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു തുടങ്ങി ഷോർട്ട് സ്റ്റോറീസ് വായിക്കുക. ആൻഡ് ആദ്യമായിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചു, ഓക്കെ, എനിക്ക് കവിത എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നത് ഒരു ഫോർമാറ്റ് ഷോർട്ട് സ്റ്റോറിയുടെ ആണെന്നുള്ളത് മനസ്സിലായിരിക്കും. പിന്നെ എപ്പോഴൊക്കെയോ, അത് നമ്മളൊരു എഴുത്തുകാരി ആവാനായിട്ടുള്ള എഴുത്തല്ല, നമ്മുടെ ഒരു എനർജി എങ്ങനെയെങ്കിലും ഡീവിയേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് എന്നും എഴുത്തെന്ന് പറയുന്ന ഒരു ഒളിച്ചോട്ടമാണ്. അത് എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു ജീവിതത്തിൽ നിന്നും ഞാൻ വളരെ മാറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പേസാണ് അത്. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, കുറെ കഥാപാത്രങ്ങള്, ഞാൻ കാണുന്ന കുറെ ജീവിതങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ എനർജി ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ്. അതിന്നും അതെ, ഇന്ന് കുറച്ചും കൂടെ അത് പബ്ലിക്കിലേക്ക് പോകുന്നു എന്നേ ഉള്ളൂ. ഒരു ബ്ലോഗ് ഉണ്ട്, അപ്പൊ അവിടെ പബ്ലിഷ് ചെയ്യും. അതുവരെ ഞാൻ എന്റെ നോട്ട് ബുക്കില് ഡയറിയിലൊക്കെ കുത്തിക്കുറിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. എഗെയിൻ ഇതെല്ലാം കൂടെ ചേർത്തൊരു പുസ്തകമാക്കി അതെന്റെ കയ്യിൽ വന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, ഇത് എന്നെ ഷോർട്ട് സ്റ്റോറിയിലേക്ക് ആദ്യം റെക്കമെൻഡ് ചെയ്ത ആളെ എനിക്ക് ഒന്ന് കാണിക്കണമെന്നുള്ളത്. അതെന്റെ ഒരു എന്താ പറയാ, ആ സ്വാർത്ഥതയുണ്ടല്ലോ, സ്വാർത്ഥത തന്നെയാണ് അംഗീകരിക്കുന്നു. അപ്പൊ എനിക്കതൊന്ന് കൊണ്ട് കാണിക്കണം. എനിക്ക് അദ്ദേഹത്തെ കാണുക എന്നുള്ളതിനെക്കാട്ടിലും അദ്ദേഹം എന്റെ പുസ്തകം കാണുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കൊടുത്തിട്ട് പോന്നു വായിക്കാനായിട്ട്. അപ്പം എനിക്കൊന്ന് ഒരു പൈൽ ഓഫ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാരവാനിന്റെ സൈഡിൽ. അതിന്റെ മുകളിൽ വെറുതെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ പുസ്തകമാണത്. കോഫി ബുക്ക് എന്ന് കൂടെ പറയാൻ പറ്റില്ല, അത്രയും ചെറിയ പുസ്തകം. അപ്പൊ അദ്ദേഹം അവിടെ അത് എപ്പോഴോ കണ്ട, നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അദ്ദേഹം വായിച്ചു. വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, പ്രിഫേസ് എഴുതി തരട്ടെ എന്ന്. മേ ബി അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഇനി അതിനാണോ ഞാൻ സമീപിച്ചത് എന്നുള്ളത്. പക്ഷെ ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞ ഞാൻ പിന്നെ കുറെ നേരത്തേക്ക് ഒന്നും ഞാൻ കേട്ടില്ല. അത്
എല്ലായ്പ്പോഴും സത്യമാണോ? അതെ അതെ എല്ലായ്പ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. ഉം. ഇന്ന് തന്നെ ഞാൻ പിന്നീട് നോവൽ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഉം. പക്ഷെ എനിക്കറിയില്ല അതിനുള്ള ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കണം, Yes. എന്നാലും ഒരു നോവൽ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, മനസ്സിൽ നമ്മൾ കുറേയുള്ള കഥാപാത്രങ്ങളൊക്കെ പതുക്കെ പതുക്കെ മാത്രമല്ലേ ക്ഷമ move എന്ന് ആവുള്ളൂ. പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Important ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ നമ്മൾ ആ കോൺസെൻട്രേഷൻ മാത്രം മതി. അതങ്ങ് എഴുതി തീർന്നാൽ പിന്നെ നമുക്ക് വലിയൊരു സമാധാനമാണ്. നോവലിന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കണം. Yes. എന്നാലേ നമ്മൾ അതൊരു കൾമിനേഷനിലേക്ക് എത്തുള്ളൂ. അത് വളരെ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതുപോലെ തന്നെയാണ് ഭാവിയില് script. നമുക്ക് പ്രതീക്ഷിക്കാവോ? എനിക്കൊന്ന് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം ആ. കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളതാ. ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടെ എഴുതിയ ചെറുകഥകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് കുറച്ചും കൂടെ എഴുതി എനിക്ക് അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഐ തിങ്ക് ഐ ഷുഡ് ഡു ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വായിക്കുന്നതിന് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കുറിക്കുന്നതിനൊന്നും മേ ബി ആൾക്കാർ തന്നെ ചോദിക്കുക, എന്നെ നിറയെ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അടുത്ത ബ്ലോഗ് പോസ്റ്റ് ഒന്നും ഇല്ലാത്തത്, കഥയില്ലാത്തത് എന്നൊക്കെ. അത് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഞാൻ വന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഇരുന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. Okay. വീട്ടിൽ പോയി അല്ലെങ്കിൽ യാത്രക്കിടയൊക്കെ എന്ന് പറയുന്നത് അത് നടക്കും. ചെയ്യണോ എനിക്കത്. Okay. ഫിലിമിലേക്ക് ഉണ്ടാവോ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട്? എനിക്ക് സ്ക്രിപ്റ്റ് അഗെയിൻ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു സ്ഥലമാണത്. Okay. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളുകളുടെ ഒരു കഷ്ടപ്പാടാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈവൻ അവരെഴുതിയ സിനിമയുടെ സ്ക്രിപ്റ്റുകളൊക്കെ നറേറ്റ് ചെയ്യുമ്പോൾ അതിൽ അഭിപ്രായം പറയാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക്. അത് കുറേ വായന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് എഴുതി ഫലിപ്പിക്കുക ഭയങ്കര ചലഞ്ചിങ് ആണ്. ഓഡിയൻസിനെ മനസ്സിലാക്കുക, ഇത്രയും എന്താ പറയാ, ഇത്രയും തരത്തിലുള്ള ഓഡിയൻസിനെ മനസ്സിലാക്കുക. ഇന്നിത് പോകുന്നത് വെറും തിയേറ്ററുകളിലേക്ക് മാത്രമല്ല, ഈ ഭാഷ അറിയാത്ത ആളുകളിലേക്ക് വരെ ചെല്ലാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം നമ്മളൊരു കഥ പറയുമ്പോൾ. ആ കഥ പറച്ചിൽ രീതികൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്നൊരു സിനിമ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഒരു 60 വർഷത്തേക്കെങ്കിലും കൺസ്യൂം ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളൊരു കഥയായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്കറിയില്ല എന്നെ കൊണ്ടത് പറ്റുമെന്നുള്ളത്. കാരണം ഞാൻ കൂടുതലും എന്താ പറയാ പെട്ടെന്ന് എഴുതി തീർക്കുന്ന ആളാ. അപ്പം എനിക്ക് ആ ഒരു ഇതിലേക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കുറെ കഷ്ടപ്പെടണമെന്ന് തോന്നുന്നു. ക്ഷമ വേണം. അതെ, ക്ഷമ വേണമെന്ന് തോന്നുന്നു. അതെനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ചെറിയ രീതിയിൽ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും എഴുതണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പൊ ഈ നോവൽ നടന്നില്ലെങ്കിൽ ഞാൻ അതിൽ ട്രൈ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് ബാക്ക് ടു സ്ക്വയർ വൺ ഷോർട്ട് സ്റ്റോറീസ്. ഷോർട്ട് ഫിലിമും ഒക്കെ നമുക്ക് പരീക്ഷിക്കാം. അത് ഡെഫിനറ്റ്ലി.